അയാളിൽ നിക്ഷിപ്തമായ കാര്യങ്ങളിൽ ഒരാൾ വഞ്ചന കാണിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ കള്ളം പറയുന്നു. 4-ൽ 2 ലംഘിച്ചു. അങ്ങനെ ലംഘിക്കുന്ന ആള് തികഞ്ഞ കാപട്യക്കാരനായിരിക്കുമെന്നാണ് നബി പറഞ്ഞിരിക്കുന്നത്. നബി വചനത്തിന്റെ നഗ്നമായ ലംഘനമല്ലേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ബായി നടത്തിയിരിക്കുന്നത്? അല്ലോടോ ഷംസുദ്ദീനെ, താനൊക്കെ ഇത്ര അധപ്പതിക്കാൻ പാടണ്ട. ഒരു വിശ്വാസിയല്ലേ ഉദ്ദേശിച്ചു? ഈ സതീശൻ പറയുന്നത് കേട്ടിട്ട് ഇമാരി ഈ കുതന്ത്രങ്ങളിൽ പോയി വ്യാപകനാകേണ്ട കാര്യമുണ്ട? കേട്ടോ, കുഞ്ഞാപ്പ മിണ്ടിയിട്ടില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി മിണ്ടില്ല. മൂപ്പർ സൂത്രക്കാരനാണ്, കൗശലക്കാരനാണ്. ഈ ഷംസുദ്ദീനെ ഇങ്ങനെ ചുടുചോറ് കോരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് അയച്ചു വിട്ടിരിക്കുകയാണ്. പക്ഷെ ഷംസുദ്ദീൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം വിശ്വാസിയാണെങ്കിൽ നബിയുടെ വചനപ്രകാരം അദ്ദേഹം ഒരു തികഞ്ഞ കാപട്യക്കാരനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി വേറെ എന്തുകൊണ്ടുണ്ട്? നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഈ ഉത്തരങ്ങളിൽ ഇത് എത്ര പേജ് വരുന്ന ഉത്തരവാണെന്നറിയോ? വഹാബിന് തന്നെ കിട്ടിയിരിക്കുന്ന ഉത്തരം. ഇതൊക്കെ വഹാബ് വായിച്ചിട്ടുണ്ടോ ശരത്തെ? ഒരുപാടുണ്ട്. 4 പേജ് പറ്റിയുണ്ട്. ദേവി മാത്രക്കും കിട്ടിയിരിക്കുന്നു നല്ലപോലെ. 1, 2, 3 പേജ് ദേവി മാത്രം വായിച്ചിട്ടുണ്ടാവും. ദേവി മാത്രം എന്താ വെച്ചാൽ മൂപ്പത്തി അത് കൊടുത്തിട്ട് തന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഇങ്ങനെയും ഉത്തരം കിട്ടുള്ളൂ എന്നുള്ള കാര്യം അല്പം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് അറിയില്ലേ? ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ ഇതിന് ഉത്തരവല്ലേ ഇങ്ങനെ വരുള്ളൂ. എന്താ കാരണം? ഇവർ ഇതുവരെ ഈ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഈ സത്യം അനാവരണം ചെയ്യപ്പെടാൻ ഈ ചോദ്യം മാത്രം മതി എന്നുള്ള കാര്യം ഈ പാർലമെന്റിൽ അല്പത്തഴക്കവും പഴക്കമുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇതിനകത്തെ വിഷയം എന്താണ്? ഇതിനകത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കേസുണ്ട്. ആ കേസ് കൃത്യമായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരത്തിനും കൃത്യമായി പറയുന്നുണ്ട്. എന്താ കാരണം? നിങ്ങൾ PMC എന്ന് പിൻവാങ്ങുന്നു. നിങ്ങൾക്ക് PMCയുടെ ഫണ്ടില്ല. പക്ഷെ മറ്റ് സ്കീമുകളിലുള്ള ഫണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് പറ്റില്ല എന്ന് ഈ ചോദ്യ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാർലമെന്റിൽ നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സമഗ്ര ശിക്ഷയിൽ നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് PMCയുമായി ബന്ധപ്പെടുത്തി നിഷേധിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഒരു കേവലപരമായ യുക്തി. ഞാനിത് മുഴുവൻ പഠിച്ചുകൊണ്ട് പറയാം. 2018 സമഗ്ര ശിക്ഷ, 2020 NEP, 2022 PMC, 2018 ഒരു സ്കീമിൽ നമുക്ക് കിട്ടേണ്ട പണം അതിനുശേഷം വന്ന 4 വർഷം വന്ന ഒരു സ്കീമുമായി കൂട്ടി കെട്ടിയിട്ട് നിഷേധിക്കാൻ പറ്റൂ? അതല്ലേ നമ്മുടെ പോരാട്ടം. അത് പറ്റില്ല എന്ന് ഈ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവരിങ്ങനെ തടഞ്ഞു വെച്ച് കേരള സർക്കാരിനെ പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച സമയത്ത് UDFന്റെ MP-മാർ ആ പീഡനത്തിൽ കൂട്ടുനിന്നു. അതായത് ഒരിക്കലും ഫണ്ട് കൊടുക്കരുത് കേരളത്തിന്, മലയാളിക്ക് ഒരു ഗുണം കിട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ് വലുത്, ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനെ തോപ്പിക്കലാണ് വലുത്, അതുകൊണ്ട് നിങ്ങൾ ഫണ്ട് കൊടുക്കരുതേ എന്ന് ചോദ്യങ്ങളിലൂടെയും അല്ലാതെയും മന്ത്രികളിൽ കയറി മറിഞ്ഞും UDFന്റെ MP-മാര് ഇങ്ങനെ ആഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെ VD സതീശൻ പറയാണ്, MP-മാര് കേരളത്തിന്റെ അംബാസിഡർമാരല്ലേ? തിരിച്ചറിവ്. എങ്ങനെയാണ് ഒരാളെ ഇത്ര ദ്രുതഗതിയിൽ ഗ്രസിക്കുന്നത്? ഇതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല. നമ്മുടെ സംസ്ഥാനത്ത് നികുതി പിടിക്കുന്ന നികുതിയുടെ ഒരു ചെറിയ വീതമാണ് നമുക്ക് ഈ കേന്ദ്ര സ്കീമുകളിലൂടെ തിരിച്ചു വരുന്നത്. നിങ്ങൾ 2025-26 ബജറ്റ് പേപ്പറുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ ആരോഗ്യ സെസ്സിനത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ 97,000 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. 97,000 കോടി രൂപ സെസ് ഇനത്തിൽ പിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വീതം. അതുകൂടാതെ കേന്ദ്ര നികുതികൾ നമ്മൾ കൊടുക്കുന്നു. അതിന് നമുക്ക് അർഹതപ്പെട്ട ചെറിയൊരു തുക അത് നിഷേധിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇതാണ് ചോദ്യം.